അജയ്യരായ ക്രിയായോഗികളുടെ വിഹാരഭൂമിയായ ഹിമഗിരി ശൈലങ്ങളെക്കുറിച്ച് എത്ര കേട്ടാലാണ് മതിവരിക. അത്തരം ദിവ്യയോഗീശ്വരന്മാരുടെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ച ധാരാളം മഹത് ഗുരുക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയൊരു വ്യക്തിത്വമാണ് പ്രശസ്തനായ ഹിമാലയൻ സഞ്ചാരിയും എഴുത്തുകാരനും ആത്മാന്വേഷിയുമായ ശ്രീ M.K. രാമചന്ദ്രൻ സാർ. അദ്ദേഹത്തിൻ്റെ തപോഭൂമി ഉത്തരാഖണ്ഡ് എന്ന കൃതിയിൽ അദ്ദേഹം നടത്തിയ ഗോമുഖ് തപോവൻ യാത്രയെക്കുറിച്ചും ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ നോർജിങ് എന്ന ഷെർപ്പയെക്കുറിച്ചും ആ ഷെർപ്പെ വഴി അദ്ദേഹം എത്തിച്ചേർന്ന ദിവ്യ യോഗീശ്വരന്മാരുടെ ഹിമാലയത്തിലെ നിഗൂഢമായ ഗുഹകളെപ്പറ്റിയും അവരോടൊത്ത് ചെലവഴിച്ച അതീന്ദ്രിയമായ അനുഭവങ്ങളെപ്പറ്റിയും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ അതീന്ദ്രിയമായ അനുഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നോർജിങ് ഷെർപ്പ നേപ്പാൾ സ്വദേശിയാണ്. ഉത്തരകാശിയിലെ ഒരു സന്യാസി സംഘത്തിൻ്റെ വിശ്വസ്തനായ സേവകനാണ് അദ്ദേഹം. കൈവശമുള്ള 2 ഭാണ്ഡക്കെട്ടുകൾ ഒരു നിഗൂഢ സ്ഥലത്തെത്തിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. താടിക്ക് കൈകൊടുത്ത് പിന്നെ അദ്ദേഹം കുറച്ചുനേരം മൂകനായിരുന്നു. കനലിൽ റൊട്ടി ചുട്ടെടുക്കുകയായിരുന്ന ഗഡ്വാളി എന്നെ ഒന്ന് നോക്കിയ ശേഷം ആ യുവാവിനോട് പറഞ്ഞു, നോർജി, ഈ സാബിൽ നിന്ന് നീ എന്തൊളിക്കാനാണ്? കൈലാസപതിയുടെ അടുക്കൽ ചെന്നെത്തിയ ഇദ്ദേഹം നിസാരനാണെന്ന് നീ കരുതുന്നു. നിനക്കറിയാവുന്നത് ഇദ്ദേഹത്തോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിഗൂഢ സ്ഥലത്തെയും ഭാണ്ഡക്കെട്ടുകളെയും കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നോർജിങ്ങിൻ്റെ വാക്കുകൾ പതിയെ പുറത്തു വന്നു. സാബ്, ഞാൻ ഇതാരോടും പറയാൻ പാടില്ല. പക്ഷേ നാരായൺജി പറഞ്ഞ പോലെ അങ്ങയിൽ നിന്ന് എന്ത് ഒളിച്ചു വെക്കാനാണ്? ഹിമാനികൾ താണ്ടിക്കടന്നാൽ അങ്ങ് ദൂരെ ഹിമവടക്കിലെ ഒരു ഗുഹയിൽ സന്യാസിമാരുണ്ട്. മാസത്തിൽ 2 തവണ ഈ ഭാണ്ഡക്കെട്ടുകൾ ആ ഗുഹയിലെത്തിക്കണം. അവിടെ നിന്നുള്ള ചെറിയ കെട്ടുകൾ തിരിച്ച് ഇവിടെയും എത്തിക്കണം. ജീവൻ പണയം വെച്ചുള്ള ഈ പണിക്ക് എനിക്ക് കനത്ത പ്രതിഫലവുമുണ്ട്. മഞ്ഞുകാലത്തൊഴികെ മാസത്തിൽ 2 തവണ ഞാൻ ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. എന്നോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് തോന്നുന്നു. തുടർന്നുള്ള ചോദ്യങ്ങൾക്കുത്തരമായി നോർജിങ് കൃത്യമായി മറുപടി പറഞ്ഞു. കുറച്ചധികം നേരം ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഭൃഗുപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൂടി കഠിനമായ പാതയും ഹിമമടക്കുകളും താണ്ടി നോർജിങ് ഷെർപ്പയുടെ കൂടെ അദ്ദേഹം ദിവ്യ സന്യാസികളെ തേടി യാത്രയായി. നിരവധി മണിക്കൂറുകൾ താണ്ടി കഠിനമായ യാത്രയ്ക്ക് ശേഷം ദിവ്യ സന്യാസിമാരുടെ ഗുഹയ്ക്ക് മുന്നിലെത്തിയവർ. ഇടത്തരം ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ അടിഭാഗത്താണ് ഗുഹാമുഖം. 10 അടിയോളം ഉയരം വരെ പവിഴപ്പുറ്റുകൾ പോലെയുള്ള പാറകളാണ് ഗുഹാമുഖത്ത്. ഗുഹയുടെ 2 ഭാഗത്തും അത്തരത്തിൽ സുഷിരമുള്ള പാറക്കെട്ടുകളാണ്. ചെരിഞ്ഞു കിടക്കുന്ന പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം മുഴുവനും കനത്ത മഞ്ഞാണ്. ഗുഹാമുഖം ഒരു കറുത്ത കമ്പിളി കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഭാണ്ഡക്കെട്ടുകൾ ഗുഹയുടെ അടിഭാഗത്തെ പാറയിൽ ഇറക്കി വെച്ച ശേഷം നോർജിങ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജയ് ശങ്കർ ഭഗവാൻ, ഋഷി മഹാരാജ്, ഞാൻ വന്നിരിക്കുന്നു. ആകാംക്ഷയോടെ ഞാൻ നോക്കി നിന്നു. തികഞ്ഞ നിശബ്ദത. അകത്തുനിന്ന് പതിഞ്ഞ ടക് ടക് ശബ്ദം കമ്പിളി പൊക്കി മാറ്റി ദീർഘകായനായ ഒരു മനുഷ്യൻ പുറത്തു വന്നു. സമൃദ്ധമായ മുടി ഒരു ഉണ്ട പോലെ ഉച്ചിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. പൂണൂൽ ധരിച്ചിട്ടുണ്ട്. കാവിയേക്കാളും കടുത്ത നിറമുള്ള വസ്ത്രം ഉത്തരേന്ത്യൻ ബ്രാഹ്മണ ശൈലിയിൽ ഉടുത്തിട്ടുണ്ട്. അതേ നിറത്തിലുള്ളൊരു തോർത്തമുണ്ട്. തോളിൽ അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണ്. കനത്ത താടിമീശ താടിക്കു താഴെ ചുരുട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഒതുങ്ങിയ അരക്കെട്ടും വിരിഞ്ഞ് രോമാവൃതമായ ദൃഢമായ മാരിടവും ഒറ്റ നോട്ടത്തിൽ ആരും ശ്രദ്ധിക്കും. നിറമാണെങ്കിൽ തനി തങ്കവും. നീണ്ട വിടർന്ന കണ്ണുകൾ ആ സുന്ദരമുഖത്തിൻ്റെ കാന്തി 100 ഇരട്ടി വർദ്ധിപ്പിക്കുന്നു. മെതിയടി കാലിൽ ധരിച്ചുകൊണ്ട് ഗുഹാമുഖത്ത് അദ്ദേഹം നിവർന്നു നിന്നപ്പോൾ കൈകൾ മുട്ടിനൊപ്പം നീണ്ടുകിടന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഞാൻ ഒപ്പിയെടുത്തത്. പുരികമുയർത്തി ഞങ്ങളെ സൗമ്യമായി ഒന്ന് നോക്കിയ ശേഷം അദ്ദേഹം പതിയെ പറഞ്ഞു, സൂചന കിട്ടിയിരുന്നു നിങ്ങൾ വരുന്നുണ്ടെന്ന്. ആർക്കാണ് അപകടം പറ്റിയത്? ഞാൻ അത്ഭുതപ്പെട്ടുപോയി. യാത്രാമധ്യേ എൻ്റെ കാലിനു പറ്റിയ ഗുരുതരമായ മുറിവ് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. കൈകൂപ്പി അദ്ദേഹത്തെ നമിച്ച ശേഷം ഞാൻ അറിയിച്ചു, ഓം നമഃശിവായ മഹാരാജ്. മാനസ സരസും കൈലാസവും നടന്നുകൊണ്ട് പരിക്രമണം പൂർത്തിയാക്കിയ ഒരു കേരളീയനാണ് ഞാൻ. അനുഗ്രഹിച്ചാലും. നോർജിങ് തികഞ്ഞ ഭവ്യതയോടെ മുഴിഞ്ഞു, മഹാരാജ്, തപോവനത്തിൽ വച്ചാണ് ഈ സാബ് എൻ്റെ കൂടെ കൂടിയത്. ഹിമധാരയിലൊന്ന് വഴുതി വീണു. മുറിവ് അല്പം സാരമുള്ളതാണ്. നോർജിങ്ങിൻ്റെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം എൻ്റെ സംസാരം കഴിഞ്ഞയുടനെ ആ താമരക്കണ്ണുകൾ എന്നെ കേന്ദ്രീകരിച്ച് നിശ്ചലമായി നിന്നപ്പോൾ ആ മുഖഭാവം ആശ്ചര്യത്തിൻ്റേതായിരുന്നു. കൈ ഉയർത്തി നിൽക്കുക എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ധൃതിയിൽ തിരിഞ്ഞകത്തേക്ക് പോയി. സമയം നോക്കിയപ്പോൾ 4 ആകാൻ 5 മിനിറ്റ് ബാക്കിയുണ്ട്. വീണ്ടും നിശബ്ദത.
ഞങ്ങൾ പരസ്പരം നോക്കി. നോർജിങ്ങിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവം. കാലിലെ വേദന ഇതിനിടയിൽ അസഹ്യമായി കൊണ്ടിരുന്നു. ഞാൻ പലതും ചിന്തിച്ചു. തിരിച്ചു പോകാൻ പറയുമോ? ഗുഹാമുഖത്തെങ്കിലും ഒരു രാത്രി തങ്ങാൻ അനുവാദം തന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആശ്ചര്യഭാവം അനുകൂലമെന്നല്ലേ കാണിച്ചത്? പക്ഷേ ഇവരൊക്കെ എത്രയോ ദിവ്യന്മാരാണ്. അതിൻ്റെ ഇടയിൽ നിസാരനായ ഞാനാര്? സേർ ബഹദൂറിൻ്റെ കയ്യിൽ കിടക്കസഞ്ചിയുണ്ട്. അതും വിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടി ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ അനുവദിച്ചാൽ മഹാഭാഗ്യമായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അകത്തുനിന്ന് കുറച്ചധികം ടക് ടക് ശബ്ദങ്ങൾ അടുത്തു വന്നു. കമ്പിളി നീക്കി 5 സന്യാസിമാർ പുറത്തു വന്നു. 2 പേർ പ്രായക്കൂടുതലുള്ളവരാണ്. ആദ്യം കണ്ട സന്യാസിയും മറ്റു 2 പേരും ഏതാണ്ട് ഒരുപോലെ പ്രായമുള്ളവരാണ്. നിറവും രൂപവും എല്ലാം ഒരുപോലെയാണ്. കൈ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ച ശേഷം ഒരു സന്യാസി നോർജിങ്ങിനെ നോക്കി പറഞ്ഞു, നീ നാളെ രാവിലെ വരണം, ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാൻ. ഇപ്പോൾ വേഗം പോകുക, മഞ്ഞുകാറ്റടിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് എന്നെ നോക്കി അദ്ദേഹം ക്ഷണിച്ചു, അകത്തേക്ക് വന്നാലും. ഷൂ പുറത്ത് അഴിച്ചുവെച്ച് സന്യാസിമാരുടെ പിന്നാലെ അകത്തേക്കു കയറുന്നതിന് മുമ്പായി ഞാൻ നോർജിങ്ങിനോടും സേർ ബഹദൂറിനോടും നന്ദി പറഞ്ഞു. അവർ ധൃതിയിൽ നടന്നു നീങ്ങുന്നത് ഞാൻ ഒരു നിമിഷം നോക്കി നിന്നു. മനസ്സു നിറയെ സന്തോഷമായിരുന്നു. ദിവ്യ സന്യാസിമാരോടൊപ്പം ഒരു രാത്രി ഗുഹയിൽ കഴിച്ചുകൂട്ടുവാനുള്ള അവസരം സ്വപ്നതുല്യമായ ചാരിതാർത്ഥ്യമാണ്. ചതിയും കപടവും വഞ്ചനയും ഇവർക്ക് തിരിച്ചറിയാം. പദം ഹി സർവത്ര ഗുണൈർ നിധീയതേ എന്ന് കാളിദാസൻ പറയുന്നുണ്ട്. ഗുണങ്ങൾ എല്ലാ സ്ഥലത്തും കടന്നു ചെല്ലുക തന്നെ ചെയ്യുന്നു. 15 അടിയോളം നീളത്തിൽ ഗുഹാദ്വാരം അകത്തേക്ക് നീണ്ടുകിടക്കുന്നു. 5 അടിയോളം ഉയരമുള്ളതിനാൽ തല മുകളിൽ മുട്ടാതെ സ്വതന്ത്രമായി നടക്കാം. ടണലിൽ കൂടി ഇരുളിൽ നടക്കുന്നത് പോലെയാണ് തോന്നിയത്. ടണൽ അവസാനിക്കുന്നിടത്ത് ഭിത്തിയിൽ പ്രകൃതിയാ രൂപപ്പെട്ട വലിയൊരു ദ്വാരമുണ്ട്. 1.5 അടിയോളം വ്യാസമുള്ള ആ ദ്വാരത്തിൽ കൂടി പുറംഭാഗം കാണാം. ടണൽ 2 കൈവഴിയായി ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നു. ഏതാണ്ട് വൃത്താകാരം പോലെ തോന്നിച്ച ഇടത്തെ മുറിക്കകത്ത് ഒരു ഹോമകുണ്ഡം എരിയുന്നുണ്ട്. പുറത്തേക്കുള്ള ചെറിയൊരു ദ്വാരം അവിടെയും കണ്ടു. സന്യാസിമാർ വലതുഭാഗത്തെ വഴിയിലേക്ക് കയറിയപ്പോൾ ഞാൻ അവിടെ ശങ്കിച്ചു നിന്നു. ഭാണ്ഡക്കെട്ടെടുത്ത സന്യാസി അകത്തേക്ക് വരാൻ ആംഗ്യം കാട്ടിയപ്പോൾ ഞാൻ ഉള്ളിൽ കടന്നു. ആ വാസമുറി സാമാന്യം വലുതാണ്. മുറിക്ക് പ്രത്യേകിച്ചൊരു ആകൃതിയുമില്ല. വളഞ്ഞും പുളഞ്ഞും നീണ്ടും പുറത്തേക്ക് തള്ളിയുമൊക്കെയുള്ള പലവിധ ആകൃതിയിലാണ് അത് കിടക്കുന്നത്. ഗുഹാമുഖത്ത് കണ്ടതുപോലെയുള്ള പവിഴപ്പുറ്റ് പോലുള്ള സുഷിരമുള്ള കടുത്ത പാറയാണ് ഭിത്തി മുഴുവനും. 9 അടിയോളം ഉയരമുള്ള മുകൾ ഭാഗം ഡോം ആകൃതിയിൽ മുകളിലേക്ക് തള്ളി നിൽക്കുന്നു. ചുമരിൽ അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ പൊത്തിൽ ഒരു കൊച്ചു വിളക്ക് ഒറ്റത്തിരിയിട്ട് കത്തിച്ചു വച്ചിട്ടുണ്ട്. നെയ്യിൻ്റെയും ചന്ദനത്തിരിയുടെയും സമ്മിശ്രഗന്ധം മുറിയിൽ തങ്ങി നിൽക്കുന്നു. അടിഭാഗം നിരപ്പല്ല, ചെറിയ തോതിൽ കുണ്ടും കുഴിയുമുണ്ട്. ചില ഭാഗങ്ങൾ 6 ഇഞ്ചോളം ഉയരത്തിൽ പൊന്തി നിൽക്കുന്നു. എന്തൊക്കെയായാലും മുറി വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുറിയുടെ ഒരു മൂലയിലായി ഒരു ചെറിയ കമ്പിളിക്കെട്ടും കണ്ടു. പല്ലു തേക്കാനുള്ള കോലുകൾ, വസ്ത്രങ്ങൾ, പുസ്തകക്കെട്ടുകൾ, തുണിസഞ്ചികൾ തുടങ്ങിയ പല വസ്തുക്കളും അതിൻ്റെ അടുത്തായി ക്രമീകരിച്ചു വച്ചിട്ടുണ്ട്. കമ്പിളിക്കെട്ടിൽ നിന്നൊരു കമ്പിളിയെടുത്ത് ഒരു ഭാഗത്ത് വിരിച്ച ശേഷം സന്യാസിമാർ അതിൽ ഇരുന്നു. എനിക്കായി തന്ന ഒരു കമ്പിളി നിലത്തു മടക്കിയിട്ട ശേഷം ഞാനും അവിടെ ഇരുന്നു. തണുപ്പുകൊണ്ടു ഞാൻ വിറച്ചിരുന്നു. പക്ഷേ അർദ്ധനഗ്നരായിട്ടും സന്യാസിമാർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതായി തോന്നിയില്ല. ഗുഹാമുഖത്ത് വെച്ച് സംസാരിച്ച സന്യാസി സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ സംസാരം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഞാൻ അവരെ ഓരോരുത്തരെയും സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുകയായിരുന്നു. മംഗളം ഭവിക്കട്ടെ. കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിൽ കൂടുതലൊന്നും അറിയാൻ ശ്രമിക്കരുത്. ആദ്യമായി പറയട്ടെ, ഞങ്ങളുടെ പടം എടുക്കരുത്. ചിലർ അതിന് ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ പടമൊന്നും നിങ്ങളുടെ യന്ത്രത്തിൽ പതിയുകയില്ല. അതിപുരാതന കാലം തൊട്ടേ ഹിമാലയത്തിൽ രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു നിഗൂഢ സന്യാസി സംഘത്തിലെ കണ്ണികളാണ് ഞങ്ങൾ. ഈ സംഘത്തിൽ വന്നു ചേരുന്നവർ എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്ന് പറയുവാൻ തൽക്കാലം നിവൃത്തിയില്ല. അതിനൊരു കേന്ദ്ര ശക്തിയുണ്ടെന്നും അതിൻ്റെ ആജ്ഞാനുസരണമാണ് ഇത് നടക്കുന്നതെന്നും ധരിക്കുക. ഇതിൽ ചേർന്നാൽ പിന്നെ പുറം ലോകം കാണാറില്ല. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശഃ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ സംഘത്തിലെ ഓരോ അംഗവും പ്രാർത്ഥിക്കുന്നത്, പ്രയത്നിക്കുന്നത് ഞങ്ങളുടെ ത്രികരണ വ്യാപാരങ്ങളും പ്രവൃത്തികളും ലോകാനുഗ്രഹകരങ്ങളാകുവാൻ കരുത്തു തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ്. ഞങ്ങൾക്ക് കഠിനമായ ചിട്ടകളുണ്ട്, ജീവിതചര്യകളുണ്ട്. ഈ ഹിമപ്രപഞ്ചത്തിൽ നിരവധി ഗുഹകളുണ്ട്. വർഷം മുഴുവനും ഇവിടെയെല്ലാം ഹോമകുണ്ഡങ്ങൾ എരിയുന്നു. വിധിപ്രകാരമുള്ള കർമ്മങ്ങളും നടക്കുന്നു. ആർഷ സംസ്കാരമാകുന്ന അഗ്നി കെടാതെ ജ്വലിച്ചാൽ മാത്രമേ സമസ്ത ജീവജാലങ്ങൾക്കും ശ്രേഷ്ഠത കൈവരൂ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് അങ്ങേക്ക് അത്യപൂർവമായ ഈശ്വരസിദ്ധി കൈവന്നതായി കാണുന്നു. ഈ സംഘത്തെക്കുറിച്ച് അങ്ങേക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഞാൻ പതിയെ മറുപടി പറഞ്ഞു. നവനാഥ് സാധു സംഘം.
ശരിയാണ്, ഞങ്ങൾക്ക് താങ്കളുടെ കൈലാസ യാത്രാ അനുഭവങ്ങൾ കേൾക്കണം. രാത്രി 2 മണിവരെ നമുക്കിരിക്കാം. 5 മണിക്ക് മുമ്പായി ഞങ്ങൾക്ക് സന്ധ്യാവന്ദനത്തിനായി പോകണം. ഇവിടെ നിന്ന് 4 കിലോമീറ്ററോളം നടന്നാൽ ഒരു പൊയ്കയുണ്ട്. അതിനടുത്തുള്ള പർവ്വത ശൃംഗത്തിൽ കയറി നിന്നാൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ കൈലാസ ശൃംഗം ഒരു പൊട്ടുപോലെ കാണാം. ഈ സംഘത്തിലെ ആചാര്യന്മാർക്ക് മറ്റാരും കാണാതെ കൈലാസത്തിലെത്താൻ കഴിവുണ്ട്. 7 മണിക്ക് മുമ്പായി ഞങ്ങൾ തിരിച്ചെത്തും. ഒന്നും പേടിക്കേണ്ട, വിശ്രമിച്ചുകൊള്ളുക. എൻ്റെ കാലിലെ കടുത്ത വേദന ഞാൻ മറന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഞാനും എഴുന്നേറ്റു. കാലിലെ കടഞ്ഞുകുത്തുന്ന വേദന അപ്പോഴാണ് വീണ്ടും അനുഭവപ്പെട്ടത്. ഞാൻ ആ വിവരം അവരോട് പറയുകയും ചെയ്തു. ആദ്യം ഗുഹാമുഖത്ത് വന്ന ആ സന്യാസി എൻ്റെ ചെറുവിരൽ പരിശോധിച്ചു. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്തു നിന്ന സന്യാസിയുടെ ചെവിയിൽ എന്തോ അടക്കം പറഞ്ഞു. ആ സന്യാസി ഉടനെ തന്നെ ഒരു സഞ്ചിയിൽ നിന്നൊരു പൊതിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഭസ്മം എനിക്ക് തന്നു. തൽക്കാലം അത് മുറിവിൽ പുരട്ടാനും മടങ്ങി വരുമ്പോൾ മറ്റൊരു മരുന്നുമായി വരാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നോട് വിശ്രമിക്കുവാൻ വീണ്ടും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഞാൻ അവിടെ ഒറ്റക്കായി. കടുത്ത വേദനയും ക്ഷീണവും വിശപ്പും ഒന്നിച്ചായപ്പോൾ ബാഗ് തുറന്ന് ബിസ്ക്കറ്റും ഗ്ലൂക്കോസും എടുത്ത് കഴിച്ചു. 3-4 ഇറക്ക് വെള്ളവും കുടിച്ചു. കമ്പിളി നിലത്ത് വിരിച്ച് ബാഗ് തലയണയാക്കി നീണ്ടു നിവർന്ന് കിടന്നപ്പോൾ വളരെ സുഖം തോന്നി. 3-4 അടുക്ക് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചിട്ടും തണുപ്പിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാലിലെ മുറിവിൽ നിന്ന് സുഖകരമായ ഒരു കുളിരാണ് തോന്നിയത്. കർപ്പൂരം ദേഹത്തു വച്ച പോലെ വേദന ക്രമേണ കുറയുന്നതായും തോന്നി. അവിടെ കിടന്നു വിശ്രമിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ആ അത്ഭുത സന്യാസിമാരെക്കുറിച്ചാണ്. എത്ര ശ്രമിച്ചിട്ടും അവരുടെ പ്രായം നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. 2 പേർ കൂടുതലുള്ളവരാണെന്ന് സൂചിപ്പിച്ചത് താടിയും മുടിയും അങ്ങിങ്ങ് നരച്ചതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവരുടെ മുഖത്തിനും ശരീരത്തിനും ഒട്ടും പ്രായം തോന്നിയില്ല. 5 പേരുടെയും ആകാര സൗഷ്ഠവം പ്രത്യേകം ശ്രദ്ധാർഹമാണ്. ആ രൂപഭംഗി കണ്ടാൽ ദേവന്മാരാണോ എന്ന് സംശയിച്ചു പോകും. ഇത്രയും മനോഹരമായ മിഴികൾ എനിക്കാദ്യമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എന്തൊരു മാസ്മര സൗന്ദര്യം! സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്നാണല്ലോ പറയുന്നത്. 5 പേരുടെയും ദേഹകാന്തിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു നോക്കി. തങ്കത്തിൻ്റെ നിറം പോലെയാണ് തോന്നിയതെങ്കിലും അതിനപ്പുറമുള്ള എന്തോ ഒരു കാന്തിയുണ്ടെന്ന് എൻ്റെ നയനങ്ങൾക്ക് തോന്നി. ഓറ അതിൻ്റെ മൂർധന്യത്തിൽ ദീപ്തി പൂണ്ടു നിന്നാലും ശരീരത്തിന് ഇത്തരത്തിലുള്ള തേജസ് കൈവരും. വെളിച്ചം ഒട്ടുമില്ലാത്ത ടണലിൽ കൂടി ഗുഹാമുഖത്തേക്ക് അവർ നടന്നു വരുമ്പോൾ ഈ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീണ്ട ബാഹുക്കളാണ് അവരുടേത്. ഒട്ടിയ വയറും കടഞ്ഞെടുത്ത പോലെ ദൃഢപേശികളോടുകൂടിയ ശരീരഘടനയും കടുത്ത ശരീരങ്ങളാൽ സമ്പാദിക്കപ്പെട്ട മഹർഷിമാരുടെ തപസ്സിനെ തപ ശരീരൈ കഠിനൈരുപാർജിതമെന്നാണ് കാളിദാസൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങേ ഭാഗത്തുള്ള ഹോമകുണ്ഡത്തിലെ പുക വട്ടം കറങ്ങി ചുരുളുകളായി പുറത്തേക്ക് അരിച്ചരിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. ദേവദാരു കത്തിയെരിയുന്ന സുഗന്ധവും അവിടെ തങ്ങി നിന്നു. പരമേശ്വരനെ ലഭിക്കുന്നതിനു വേണ്ടി പ്രഥമ തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് പാർവതീദേവിയാണ് ദേവദാരു വൃക്ഷത്തൈകൾ ഹിമമടക്കുകളിൽ നട്ടുപിടിപ്പിച്ചത്. പിന്നീട് ഉമ കഠിന തപസ്സിൽ ഏർപ്പെടുന്നത് കുമാരസംഭവത്തിൽ എത്ര ഹൃദയസ്പർശിയായിട്ടാണ് കാളിദാസൻ വരച്ചു കാട്ടുന്നത്. കാലിൽ എന്തോ ഒരു സ്പർശനം തോന്നിയപ്പോഴാണ് ഗാഢനിദ്രയിൽ നിന്ന് ഞാൻ ഉണർന്നത്. ഒരു സന്യാസി എൻ്റെ സോക്സ് അഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ സമയം നോക്കി. 7:30 കഴിഞ്ഞിരുന്നു. പഴുത്തു വീർത്തുരുണ്ട വിരലിൽ അദ്ദേഹം മിന്നുന്ന പാറപ്പൊടികളും ചുണ്ണാമ്പ് പോലെയുള്ള മണ്ണും കൂട്ടിത്തിരുമ്പിയൊരു മിശ്രിതം പൊത്തിവച്ച ശേഷം അത് ഭദ്രമായി കെട്ടി. അപ്പുറത്തുനിന്ന് വേദമന്ത്രങ്ങളുടെ ധ്വനികൾ പതിഞ്ഞ ശബ്ദത്തിൽ കേട്ടു. കട്ടിയേറിയ പുക ടണലിൻ്റെ അറ്റത്തുള്ള ദ്വാരത്തിൽ കൂടി നിഷ്ക്രമിക്കുന്നത് കണ്ടു. ഞാൻ ആദ്യം കണ്ട സന്യാസിയും മറ്റൊരു ചെറുപ്പക്കാരൻ സന്യാസിയും മാത്രമേ മുറിയിലുള്ളൂ. ഭാണ്ഡക്കെട്ടുകൾ അഴിച്ച് ഓരോന്നും വേർതിരിച്ചു വെക്കുകയാണ് അദ്ദേഹം. എൻ്റെ തൊട്ടടുത്ത് വായിച്ചു വച്ച ചില പുസ്തകങ്ങൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. നോക്കാൻ വിരോധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചു നോക്കി. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ശുൽബസൂത്രങ്ങളുടെ പുസ്തകങ്ങളാണ് അധികവും. ആപസ്തംഭ ശുൽബസൂത്ര, ബോധായന ശുൽബസൂത്ര, കാർത്യായന ശുൽബസൂത്ര തുടങ്ങിയവ അക്കൂട്ടത്തിൽ കണ്ടു. സന്യാസിമാർ അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു കൗതുകത്തിനു വേണ്ടി ഞാൻ ചില കുറിപ്പുകൾ അതിൽ നോക്കി എഴുതിയെടുത്തു. ആർഷസാഹിത്യം ഈ ലോകത്തിന് നൽകി അനുഗ്രഹിച്ചത് കനപ്പെട്ട സാഹിത്യ സൃഷ്ടികളാണ്. അറിവിൻ്റെ സമസ്ത മേഖലകളിലേക്കും അത് മനുഷ്യരാശിയെ നയിക്കുന്നു. ഇന്ന് കാണുന്നതെല്ലാം ഇവിടെ നിന്നു ഉണ്ടായതാണ്. ഇവിടെ കാണാത്തത് ലോകത്തിൽ ഒരിടത്തും കാണുകയുമില്ല. ഭാരതഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ എത്രയോ ധന്യരാണ്. ഹോമം നടത്തുന്ന മുറിയിലേക്ക് ഞാൻ ചെന്നു നോക്കി. ഹോമം അവസാനിപ്പിച്ചവർ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ഹോമകുണ്ഡം വളരെ ചെറുതാണ്. ചുടുകട്ടകൾ കൊണ്ടാണ് അത് തീർത്തിരിക്കുന്നത്. ഒരു മൂലയിലായി ചെറുതായി കീറിയ വിറകുകെട്ടുകൾ കൂട്ടിയിട്ടുണ്ട്. പല വലിപ്പത്തിലും
തരത്തിലുമുള്ള മൺപാത്രങ്ങൾ മറ്റൊരു സ്ഥലത്ത് കണ്ടു. നെയ്യ്, ചന്ദനത്തിരി, ധൂമപ്പൊടികൾ, ദർഭ, ദേവദാരുച്ചീളുകൾ തുടങ്ങിയവയും അവിടെ കണ്ടു. സന്യാസിമാർ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയപ്പോൾ ടണലിൻ്റെ അവസാനത്തിൽ കണ്ട വലിയ ദ്വാരത്തിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിക്കണ്ടു. പുറത്തിരുട്ടാണെങ്കിലും അഗാധമായ താഴ്വരയും അതിനപ്പുറം ഉയർന്നു കിടക്കുന്ന ഹിമപർവ്വത ശൃംഗങ്ങളും ഹിമപ്പരപ്പിൻ്റെ വെണ്മയിൽ ഒരുവിധം കാണാം. എങ്ങോട്ട് നോക്കിയാലും ഹിമം മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ മാത്രം. നിലാവുദിക്കാൻ ഇനിയും കുറച്ചുകൂടി സമയം കഴിയണം. തണുത്ത കാറ്റ് നേരിയ തോതിൽ വീശിയിരുന്നു. പലതും ചിന്തിച്ചുകൊണ്ട് കുറച്ചു സമയം അവിടെ നിന്നു. നോർജിങ്ങിനെ കൂടാതെ മറ്റാരൊക്കെയോ ഗുഹയിൽ വരുന്നുണ്ട്. വിദേശികൾ വരുന്നുണ്ടെന്ന് നോർജിങ് പറഞ്ഞതാണ്. അതുകൂടാതെ മറ്റാരോ പതിവായി വരുന്നുണ്ട്. നോർജിങ്ങിൻ്റെ ഭാണ്ഡക്കെട്ടിൽ റേഷനും പൂജാദ്രവ്യങ്ങളും പുസ്തകക്കെട്ടുകളുമാണ് കണ്ടത്. അപ്പോൾ വിറകു കൊണ്ടുവരുന്നതാരാണ്? ദേവദാരുവിൻ്റെ ചീളുകളും പച്ചപ്പ് മാറാത്ത ദർഭപ്പുല്ലും ആര് കൊണ്ടുവരുന്നു? നോർജിങ് മാസത്തിൽ 2 തവണ മാത്രമാണ് വരുന്നത്. ഒരു തവണ റേഷനും പിന്നെ വിറകും കൊണ്ടുവരുന്നുണ്ടാകുമോ? സാധ്യത ഒട്ടുമില്ല. കാരണം ഭക്ഷണമുണ്ടാക്കാനും തീകുണ്ടമുണ്ടാക്കാനും ഹോമത്തിനും വിറക് ധാരാളം ആവശ്യമാണ്. ഭാണ്ഡക്കെട്ടുകൾ ഇരുവശത്തേക്കും തൂക്കിയിട്ട് കൊണ്ടുവരുന്നത് പോലെ ഒരു മാസത്തേക്ക് ആവശ്യമായ വിറകുകെട്ടുകൾ ദുഷ്കരമായ ഈ വഴിയിലൂടെ കഴുതപ്പുറത്ത് അട്ടിവെച്ച് കൊണ്ടുവരാൻ സാധ്യമല്ല. അല്ലെങ്കിൽ തന്നെ നോർജിങ് സമ്മതിച്ചതാണ് താൻ ഭാണ്ഡക്കെട്ടുകൾ മാത്രമാണ് കൊണ്ടുവരുന്നത് എന്ന്. അപ്പോൾ മറ്റാരോ ഇവിടെ സ്ഥിരമായി വരുന്നുണ്ട്. അതാരാണ്? സന്യാസിമാരോട് ഈ സംശയം ഭക്ഷണത്തിന് ശേഷം ഞാൻ ചോദിച്ചെങ്കിലും അവർ മൗനം പാലിച്ച് ഇരുന്നതേയുള്ളൂ. മടക്കയാത്രയിൽ ചീഡ്വാസയിൽ നിന്ന് വളരെ യാദൃശ്ചികമായി എനിക്കതിൻ്റെ ഉത്തരം കിട്ടി. അതൊരു അമ്പരപ്പിക്കുന്ന വിവരണമായിരുന്നു. NCC കേഡറ്റുകൾക്ക് മലകയറ്റത്തിൽ പരിശീലനം നൽകുന്നതിനായി ഉത്തരാഞ്ചൽ ടൂറിസം വകുപ്പിനൊരു മൗണ്ട് ഡിവിഷനുണ്ട്. മുനിഗിരേതി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ കേന്ദ്ര ആഫീസ്. ചീഡ്വാസയിൽ പരിശീലനത്തിന് വന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഇൻചാർജ് KS നേഗി എന്ന സൈനിക ഓഫീസർക്കായിരുന്നു. അവിടെ ഒരു ഡാബയിൽ വെച്ച് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. എൻ്റെ കൈലാസയാത്ര നേഗിയെ വിസ്മയപ്പെടുത്തുക തന്നെ ചെയ്തു. കുറച്ചധികം നേരം ഞങ്ങൾ സംസാരിച്ചു. സംഭാഷണ മധ്യേ സന്യാസി ഗുഹ സന്ദർശിച്ചതും എൻ്റെ വിരലിൻ്റെ പരിക്ക് ഒരു രാത്രി കൊണ്ട് സുഖപ്പെട്ട വിവരവും ഞാൻ വിസ്തരിച്ചു. വിരൽ അദ്ദേഹം നേരിട്ട് പരിശോധിക്കുകയും ചെയ്തു. അന്നേരം അദ്ദേഹം നേരിൽ കണ്ട ഒരു അവിസ്മരണീയ അനുഭവം വിവരിച്ചപ്പോൾ സന്യാസി ഗുഹയിലെ മറ്റു സന്ദർശകരുടെ വിവരം എനിക്ക് ലഭിച്ചു. 3 വർഷം മുമ്പാണ് അതുണ്ടായത്. ഹിമഗിരി ശൃംഗങ്ങളിൽ പൂനിലാവ് ഒഴുകി നടക്കുന്ന കാഴ്ച നേഗിക്ക് എന്നും ഒരു ഹരമാണ്. നിലാവുള്ള സമയം നോക്കി മാത്രമേ ക്യാമ്പ് സംഘടിപ്പിക്കാറുള്ളൂ. അന്നൊരു അർദ്ധരാത്രിയിൽ നേഗിയും തൻ്റെ ഓർഡർലിയായ ഷെർപ്പയും കൂടി ഭാഗീരഥിയുടെ അക്കരെയുള്ള ഹിമശൃംഗങ്ങളിലേക്ക് യാത്ര നടത്തി. പൂർണേന്ദുവിൻ്റെ മോഹിപ്പിക്കുന്ന നിലാവിലൂടെ രണ്ടുപേരും ബഹുദൂരം മുന്നോട്ടു പോയി. പഞ്ചസാര കൂട്ടിയിട്ട പോലെ പുതുമഞ്ഞ് ഒരടിയോളം കനത്തിൽ ആ പ്രദേശമാകെ വീണ് കിടക്കുന്നു. മഞ്ഞുപുലികൾ ധാരാളമുള്ള സ്ഥലമായതിനാൽ നിറത്തോക്ക് അരയിൽ കരുതിയിരുന്നു. സമയം 3:30 ദൂരെ എവിടെ നിന്നോ ഒരു മൂളൽ പോലെയുള്ള ശബ്ദം തുടർച്ചയായി കേട്ടു. ആയുധം കയ്യിലെടുത്ത് രണ്ടുപേരും ഒരു ബൂർജ് മരത്തിൻ്റെ താഴെ പതുങ്ങി നിന്നു. ശബ്ദം അടുത്തടുത്ത് വന്നു തുടങ്ങി. കൂടുതൽ അടുത്തു വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഓം എന്ന് നീട്ടി ഉച്ചരിക്കുന്നതാണ് ആ ശബ്ദമെന്ന് മനസ്സിലായി. ഒരു ഹിമപർവ്വതത്തിൻ്റെ ഓരത്തുകൂടി തിരിഞ്ഞു വന്ന ആ സംഘം നേഗി ഒളിച്ചു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ദിശയിലേക്ക് നേരെ വന്നു. ദീർഘകായനായ ഒരു സന്യാസിയാണ് മുന്നിൽ. 10 വയസ്സിൽ കവിയാത്ത പ്രായമുള്ള ആൺകുട്ടികൾ സന്യാസിയുടെ പിന്നിൽ വരിവരിയായി നടക്കുന്നു. തൂവെള്ള വസ്ത്രമാണ് അരക്ക് താഴെ. ശരീരത്തിൻ്റെ മുകൾ ഭാഗം നഗ്നമാണ്. 10 അടിയോളം അടുത്തെത്തിയപ്പോൾ സന്യാസി മുഖമുയർത്തി ബൂർജ് വൃക്ഷത്തിൻ്റെ നേരെ ഒന്ന് നോക്കി. ധൈര്യശാലിയായ നേഗി ഞെട്ടിപ്പോയി. കനൽക്കട്ട പോലെ ജ്വലിക്കുന്ന നേത്രഗോളങ്ങളാണ് ആ നിമിഷം നേഗി കണ്ടത്. ഒന്നും സംഭവിക്കാത്തതുപോലെ ഓം മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ സംഘം പർവ്വതത്തിൻ്റെ പള്ളയിൽ കൂടി തിരിഞ്ഞു നടന്നുപോയി. സന്യാസിയുടെ പിന്നാലെ 12 കുട്ടികളാണ് തലകുനിച്ച് നടന്നിരുന്നത്. നേഗി നടുക്കത്തോടെ ഓർക്കുന്ന മറ്റൊരു ദൃശ്യം ആ സന്യാസിയുടെ ദേഹത്തു നിന്നും പ്രസരിക്കുന്ന ഒരു പ്രകാശധാരയാണ്. ആ സംഘം നടന്ന് മറയുന്നതുവരെ നേഗി നോക്കി നിന്നു. സന്യാസിയുടെ ദേഹത്തു നിന്നുള്ള പ്രകാശം അഗ്നി പോലെ ആ നേരമത്രയും പ്രകാശിച്ചു നിന്നിരുന്നു. ഹിമാലയം ഒരു അത്ഭുത പ്രപഞ്ചം തന്നെയാണ്. വലിയൊരു സംഘം പ്രജകളെ ദേവതാത്മാവ് ഇവിടെ സംരക്ഷിച്ചു വളർത്തുന്നുണ്ട്. 10 വയസ്സിന് താഴെയുള്ള ലക്ഷണയുക്തരായ ആൺകുട്ടികൾ ഈ സംഘത്തിൽ എത്തിച്ചേരുന്നത് ദൈവീകമായ ഒരു നിയോഗം കൊണ്ടാണ്. തങ്ങളുടെ അരുമ സന്തതികളെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ത്യാഗത്തിനു വേണ്ടി അയക്കുന്ന ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷപ്രാപ്തിക്ക് അർഹരാണ്. ബ്രാഹ്മണർക്കും അബ്രാഹ്മണർക്കും ഇതിൽ ചേരാം. പക്ഷേ ഉപനയനം കഴിച്ച് ബ്രാഹ്മണരാക്കപ്പെട്ട ഇവർ പിന്നെ ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഹിമാലയം എന്ന അത്ഭുത പ്രപഞ്ചത്തിൽ ലോകാനുഗ്രഹ ഹേതുർത്ഥം ജീവിക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ കൊടുന്തണുപ്പിൽ ഒരു കൂട്ടം കുരുന്നുകൾ ഓം മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന രംഗം ഭാവനയിൽ ഓർത്തപ്പോൾ മനസ്സറിയാതെ തേങ്ങിപ്പോയി.
ധന്യാസ്തു തേ ഭാരതഭൂമിഭാഗേ. എത്ര ശരിയാണ്. സന്യാസിമാരുടെ പാചകവും നോക്കിക്കൊണ്ട് ഞാനൊരു മൂലയിലിരുന്നു. ഒരാൾ കുഴച്ചെടുത്ത ആട്ട ഉള്ളം കൈയിലിട്ട് തട്ടി തട്ടി പരത്തിയെടുക്കുന്നു. മറ്റൊരാൾ അത് തീകുണ്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നു. ചെറിയൊരു മൺകലത്തിൽ പരിപ്പ് വേവിച്ചെടുക്കുകയാണ്. മൂന്നാമത്തെ സന്യാസി എണ്ണവിളക്കിൻ്റെ പ്രകാശത്തിൽ തറയിൽ നിവർത്തിവെച്ച തടിച്ച ഗ്രന്ഥങ്ങൾ വായിക്കുകയാണ്. മറ്റു രണ്ടുപേർ ആരും ഒന്നും സംസാരിക്കുന്നില്ല. മൂന്നാലടുക്ക് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചിട്ടും ഞാൻ തണുപ്പുകൊണ്ട് വിറക്കുകയാണ്. അർദ്ധനഗ്നരായ സന്യാസിമാർക്കാവട്ടെ ഒട്ടും തണുപ്പ് അനുഭവപ്പെടുന്നതായി തോന്നിയില്ല. ഇതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഭക്ഷണം തയ്യാറായപ്പോൾ അതിനു ചുറ്റും കൂടിയിരുന്ന് അവർ പതിഞ്ഞ ശബ്ദത്തിൽ കുറച്ചു സമയം സ്തോത്രങ്ങൾ ചൊല്ലി. അന്നത്തിൻ്റെ ഒരംശം അഗ്നിക്ക് സമർപ്പിച്ച ശേഷം തീകുണ്ടം മാടിയൊതുക്കി ഒരു ചെറിയ പരന്ന പാറക്കഷ്ണം കൊണ്ട് മൂടിവെച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. 2 റൊട്ടിയും കുറച്ച് പരിപ്പുകറിയും പൂർജ്ജവൃക്ഷത്തിൻ്റെ ഇലയിൽ വിളമ്പിയ ഭക്ഷണത്തിന് അതീവ സ്വാദുള്ളതായി തോന്നി. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും കുറച്ചു തേനും കഴിച്ചു. പശ പോലെ നാവിൽ ഒട്ടിപ്പിടിച്ച് കുറേശ്ശെയായി അലിഞ്ഞിറങ്ങിയ ആ തേനിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. നിറം കൊണ്ടും രൂപം കൊണ്ടും തേൻ പോലെ തോന്നിയെങ്കിലും തേനീച്ചയുടെ തേനല്ല അതെന്ന് എനിക്ക് തോന്നി. സന്യാസിമാർ എൻ്റെ സംശയം ദൂരീകരിച്ചു. ഗ്ലേഷ്യറിൻ്റെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞു വീണ് ചിലപ്പോൾ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന ചുവപ്പു രാശി കലർന്ന കറുത്ത പാറയിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ദ്രാവകമാണ് ഈ തേൻ. അത്യമൂല്യമായ ഔഷധ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണത്രേ ഈ ദ്രാവകം. തറയിൽ കമ്പിളി വിരിച്ച് ഭിത്തിയിൽ ചാരി കാലുകൾ നീട്ടിവെച്ച് എല്ലാവരും ഇരുന്നു. സമയം 9 മണിയാകുന്നു. സന്യാസിമാർ കനം കുറഞ്ഞ കമ്പിളി ഷാളുകൾ പുതച്ചിരുന്നു. തീകുണ്ടത്തിലെ പാറക്കഷ്ണം ചുട്ടുപഴുത്തതുകൊണ്ടാകാം തണുപ്പ് കുറവായിരുന്നു. എൻ്റെ കൈലാസയാത്രയെക്കുറിച്ചറിയാൻ അവർ വളരെ താല്പര്യം കാണിച്ചു. സാമാന്യം ദീർഘമായ എൻ്റെ വിവരണം അതീവ ശ്രദ്ധയോടെയാണ് അവർ കേട്ടിരുന്നത്. നബിതാങ്ങിലെ ഓം ദർശനം വിവരിച്ചപ്പോൾ അവർ ചമ്രം പടഞ്ഞിരുന്ന് കൈകൂപ്പി ഉച്ചത്തിൽ ഓം എന്ന് 3 തവണ നീട്ടി ഉച്ചരിച്ചു. ആമാശയ ഭാഗത്തു നിന്ന് വായു ഉരുണ്ടുകയറി കണ്ഠത്തിൽ ലയിച്ച് മുഴങ്ങുന്ന ശബ്ദത്തിൽ പുറത്തുവന്ന് അവസാനം നേർത്ത ശബ്ദത്തോടെ ഉരണ്ടവസാനിക്കുന്ന ആ ഓംകാരധ്വനി ശ്രദ്ധിച്ചപ്പോൾ ശരീരത്തിലാകെ രക്തം ഇരച്ചു കയറുന്നതുപോലെ എനിക്കനുഭവപ്പെട്ടു. ഓരോ ഓംകാരധ്വനിയും 2 മിനിറ്റിലധികം നീണ്ടുനിന്നു. മാനസ സരസിൽ പാർവതീദേവി നീരാടിയ കടവിൽ കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ റബ്ബർ ഷീറ്റിൽ ചവിട്ടുന്നതുപോലെ പൊന്തിത്താഴ്ന്ന അനുഭവം വിവരിച്ചപ്പോൾ ആംഗ്യം കൊണ്ട് വിവരണം നിർത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 5 മിനിറ്റിലധികം നേരം വായുവിനെ സ്തംഭിപ്പിച്ച് തികഞ്ഞ ധ്യാനത്തിൽ മുഴുകി നിശ്ചലരായി ഇരുന്ന അവർ ഉണർന്ന് ആദ്യം ചെയ്തത് തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. മങ്കി ക്യാപ്പ് നീക്കിയ ശേഷം 5 പേരും ഒന്നിച്ച് എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ മസ്തിഷ്കത്തിൽ വല്ലാത്തൊരു ഉത്തേജനം ഉണ്ടായതായി എനിക്ക് അനുഭവപ്പെട്ടു. അവരുടെ ആ പ്രവൃത്തി എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ജാംബിയാങ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കൈലാസത്തിൻ്റെ നിറമാറ്റങ്ങൾ ദർശിച്ചതും സോങ്സർബു ക്യാമ്പിൽ രാത്രി 2 മണിയോടെ അവശനായി ചെന്നെത്തിയപ്പോൾ അവിടെ കണ്ട വൃദ്ധൻ എന്നെ സംരക്ഷിച്ചതും വിസ്തരിച്ചപ്പോൾ സന്യാസിമാർ ദീർഘനേരം ധ്യാന നിരതരായിരുന്നു. ശിരസിൽ കൈവച്ച് വീണ്ടും എന്നെ അനുഗ്രഹിച്ചു. കൈലാസയാത്രയെക്കുറിച്ചുള്ള എൻ്റെ വിവരണം 11 മണിയോടെ അവസാനിച്ചു. നിലാവ് ഉദിച്ചു കഴിഞ്ഞിരുന്ന പാറയുടെ വിടവിൽ കൂടി ഒലിച്ചിറങ്ങിയ നിലാവ് ഗുഹാന്തർഭാഗങ്ങളെ പ്രകാശപൂരിതമാക്കി. സന്യാസി സംഘത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കഴിയാവുന്നത്രയും ഒഴിവാക്കി അത്യാവശ്യം ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു കൊള്ളുവാൻ അവർ എന്നെ അനുവദിച്ചു. ഉത്തരം മൗനമാണെങ്കിൽ പിന്നെ ആ ചോദ്യം പ്രസ് ചെയ്യരുതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഞാൻ കുറച്ചുനേരം ഇരുന്ന് ചിന്തിച്ചു. വേദോപനിഷത്തുകളിലെ ആ സംശയ നിവാരണത്തിനായി ഈ സന്യാസി ഗുഹയിൽ വന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. അത്തരം സംശയ നിവൃത്തിക്കായി മറ്റു വഴികൾ ധാരാളമുണ്ടല്ലോ. കുറച്ചുനേരം ചിന്തിച്ച ശേഷം ചോദ്യങ്ങൾ മനസ്സിലുറപ്പിച്ചു. ആചാര്യന്മാരെ, വംശപാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോയാൽ മാത്രമല്ലേ ഈ സംസാരചക്രം സുഖമായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ? മാനവരാശിയുടെ ബാലൻസ് അങ്ങനെ മാത്രമല്ലേ നിലനിൽക്കുകയുള്ളൂ? നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ഈ സംഘത്തിൻ്റെ വംശപരമ്പര ഇവിടെ എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്? അതിന് സുഗമമായ വഴികളുണ്ട്. ഒരു നിയോഗം പോലെ അത് അവിഘ്നം നടക്കുന്നു. ഈ ഗുഹയിൽ മറ്റാരൊക്കെയോ പതിവായി വരുന്നുണ്ട്. അവരാരാണ്? ഈ ചോദ്യത്തിന് മൗനമായിരുന്നു ഉത്തരം. ദുഷ്കരമായ ഈ ഹിമപ്രപഞ്ചത്തിൽ ക്ഷേത്രങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പുറം ലോകം കാണാത്ത നിങ്ങൾ ഹിന്ദുമതത്തിലെ പരമപ്രധാനമായ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്നുണ്ടോ? ക്ഷേത്ര ദർശനം, ആരാധന, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം, ഇവയുടെയെല്ലാം ലക്ഷ്യമെന്താണ്? ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. വിഗ്രഹത്തിൽ ഈശ്വരൻ ഇരിക്കുന്നില്ല. അത് അവിടെയുണ്ടെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. വിശ്വാസം വളർത്തിയെടുക്കാൻ ഒരു രൂപമുണ്ടായാൽ നന്ന്. ഏകാഗ്രതയോടെ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും.
താങ്കൾ കൈലാസയാത്രയിൽ ക്ഷേത്രങ്ങളോ വിഗ്രഹങ്ങളോ കണ്ടില്ലല്ലോ, എന്നിട്ടും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചതുപോലെയുള്ള അനുഭൂതി അനുഭവപ്പെട്ടില്ലേ? മറുപടി ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. ദുഷ്കരമായ ഈ ഹിമപ്രപഞ്ചത്തിൽ വസിച്ചുകൊണ്ട് കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചുകൊണ്ട് മാനവരാശിക്കു വേണ്ടി ചെയ്യുന്ന ഈ മഹത്തായ കർമ്മം ഫലപ്രാപ്തിയിലെത്തുന്നുണ്ടോ? ഹിമപ്രപഞ്ചത്തിൽ നിന്ന് കർമ്മവേദി മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിയാൽ ഒന്നുകൂടി ഫലപ്രദമാവുകയില്ലേ? വേദങ്ങളുടെ മഹിമ കൊണ്ടും ഈശ്വരാധീനം കൊണ്ടുമാണ് ഹിന്ദുമതം ഇന്നും ഒരു വലിയ ശക്തിയായി നിലനിൽക്കുന്നത്. ഈശ്വരഭക്തി ഇല്ലാതെയും സഹജീവികളോട് കാരുണ്യമില്ലാതെയും കേവലം ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവർ മഹാപാപികളാണ്. ഈശ്വരസേവയും സഹജീവികളോടുള്ള കാരുണ്യവുമാണ് മനുഷ്യധർമ്മം. നാര്യമണം പുഷ്യതി നോ സഖായം കേവലോഘോ ഭവതി കേവലാദി എന്ന് വേദത്തിൽ പറയുന്നു. മനുഷ്യ ശരീരത്തിൽ മൂലാധാരം തുടങ്ങിയ 6 ആജ്ഞാചക്രധാരങ്ങളുണ്ടെന്ന് യോഗശാസ്ത്രം സമർത്ഥിക്കുന്നു. ഈ ഷഡാധാരങ്ങളിൽ ഓരോന്നിലും ഓരോ വിധത്തിലുള്ള ഈശ്വര ചൈതന്യമുണ്ട്. ഈ 6 ചക്രങ്ങളെയും കടന്ന് ശിരസിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാരപത്മത്തിൽ കുണ്ടലിനി ശക്തി പ്രവേശിക്കുമ്പോൾ യോഗികൾ പരംപൊരുളിൽ ലയിക്കുന്നതുപോലെ നിർവൃതിയിൽ ലയിക്കുന്നു. ഭാരത ഭൂവിഭാഗം ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരി മൂലാധാര സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. തുടർന്ന് മധുര, ചിദംബരം, തിരുപ്പതി, കാശി, വൃന്ദാവനം, കേദാർ, ബദരി എന്നിങ്ങനെ 6 സ്ഥലങ്ങൾ ഷഡാധാരങ്ങൾ പോലെ സ്ഥിതി ചെയ്യുന്നു. കൈലാസപർവ്വതം സഹസ്രാരപത്മത്തിൻ്റെ ശിരോസ്ഥാനം വഹിക്കുന്നു. ഹിമാലയത്തിൻ്റെ മഹത്വവും അതാണ്. ഓരോ കർമ്മവും അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് അതിൻ്റെ സ്വാഭാവിക പശ്ചാത്തലത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. പിന്നെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഒട്ടും വേവലാതിയില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നാണല്ലോ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചത്. ലോകസേവ ഓരോരുത്തരുടെയും സ്വധർമ്മമാണെന്ന ചിന്ത കൗമാരപ്രായത്തിൽ ഉണ്ടാക്കിയെടുത്താലല്ലേ അത് ചിട്ടയോടെ മനസ്സിൽ വേരൊറിച്ചു കിട്ടൂ. അത്തരത്തിലുള്ള ഒരു ഗുരുകുല സമ്പ്രദായം ഇവിടെ നടക്കുന്നുണ്ടോ? വേദവിധി അനുസരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഉപനയനം തൊട്ടു തുടങ്ങുന്നു. ഭൂതത്തെ ഉപനയിക്കലാണ് ഉപനയനം. പഞ്ചഭൂതങ്ങളുടെ രൂപ, രസ, ഗന്ധ, സ്പർശ, ദർശന ഗുണങ്ങൾ എപ്രകാരമാണോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുന്നത്, അപ്രകാരം ഉപനീതൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണം. ഉപനീതൻ്റെ ജീവിത ലക്ഷ്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നായിരിക്കണം. ഇതിൽ കൂടുതൽ പറയുവാൻ തൽക്കാലം നിവൃത്തിയില്ല. സൂക്ഷ്മ ശരീരങ്ങളുമായി ജീവിക്കുന്ന പല പുണ്യാത്മാക്കളും ഇന്നും ഹിമാലയത്തിൽ വിഹരിക്കുന്നുണ്ടെന്ന് പലരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു പല മതങ്ങളുടെയും ആത്മീയ ആചാര്യന്മാർ വരെ ഇതിൽപ്പെടുന്നു. ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ഏർപ്പെടുത്തിയ വിലക്കിൻ്റെ പരിധിക്കപ്പുറം കടക്കാൻ താങ്കൾ ശ്രമിക്കുന്നു. പലപ്പോഴും ഒന്നു മാത്രം വ്യക്തമാക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ സംഭവിക്കുന്ന പല ദിവ്യാത്ഭുതങ്ങളും സർവേശ്വരൻ്റെ ആജ്ഞ കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലോകാനുഗ്രഹ ഹേതുർത്ഥമാണെന്ന് പൂർണ്ണമായും ധരിക്കുക. യതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമമനുഷ്യൻ ഹിമാലയത്തിലെ നിഗൂഢ പ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അസാമാന്യ ശരീരഘടനയുള്ള ഈ വർഗം ഒരു യാഥാർത്ഥ്യമാണോ? ഉണ്ടെങ്കിൽ അവരുടെ ഭക്ഷണവും മറ്റും യതി ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പാദങ്ങൾക്ക് വലിപ്പ കൂടുതലുണ്ടെന്നതൊഴിച്ചാൽ മനുഷ്യരുടെ ആകാര വലിപ്പം മാത്രമേ ഇവർക്കുമുള്ളൂ. ശരീരമാസകലം നിറഞ്ഞു നിൽക്കുന്ന രോമങ്ങളാണ് വലിപ്പ കൂടുതൽ തോന്നിക്കുന്നത്. ഇവിടുത്തെ അതിനിഗൂഢമായ പ്രദേശങ്ങളിൽ നിരവധി പൊയ്കകളും അത്യപൂർവമായ ജലപുഷ്പങ്ങളും ജലസസ്യങ്ങളും ഔഷധച്ചെടികളുമുണ്ട്. ഇതൊക്കെ അവരുടെ ഭക്ഷണത്തിൽപ്പെടുന്നു. നമ്മൾ കഴിച്ച പോലെയുള്ള തേനും സുലഭമാണ്. സഞ്ചാരത്തിനിടയിൽ പലപ്പോഴും ഞങ്ങൾ ഇവരെ കാണാറുണ്ട്. ഒഴിഞ്ഞു മാറി പോവുകയാണ് പതിവ്. കനത്ത മഞ്ഞു ശിഖരങ്ങളിൽ മാളങ്ങളുണ്ടാക്കി ഇവർ വസിക്കുന്നു. അശ്വത്ഥമ ബലിർവ്യാസോ ഹനുമാംശ്ച വിഭീഷണഃ കൃപഃ പരശുരാമശ്ച സപ്തൈതേ ചിരഞ്ജീവിനഃ എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. ഈ യോഗീശ്വരന്മാരുടെ സാന്നിധ്യം ഇന്നും ഈ ഹിമപ്രപഞ്ചത്തിലുണ്ടോ? അവരുടെ ആത്മീയ സാന്നിധ്യം പല രൂപത്തിലും ഭാവത്തിലും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. മരണം ജീവജാലങ്ങളുടെ നിത്യ സത്യമാണല്ലോ. മരണത്തെ യോഗവിദ്യ കൊണ്ട് മറികടക്കുന്ന അപൂർവം ചില യോഗീശ്വരന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. യോഗവിദ്യ കൊണ്ട് ശരീരത്തെ ദഹിപ്പിച്ചു കളഞ്ഞ് മൃത്യുവിനെ വരിക്കുന്ന ആൾക്കാരുമുണ്ടല്ലോ. സന്യാസിമാരായ നിങ്ങൾ മരണത്തെ എപ്രകാരമാണ് വരിക്കുന്നത്? സന്യാസിമാർ മുഖത്തോട് മുഖം നോക്കുന്നത് കണ്ടു. ഉത്തരം ഉണ്ടാവില്ല എന്ന ധാരണയിൽ ഞാൻ അവരുടെ മുഖത്ത് മാറി മാറി നോക്കി. വലതുഭാഗത്ത് പാറയിൽ ചാരി ധ്യാന നിമഗ്നനായിരുന്ന തല നിറച്ച സന്യാസി കണ്ണു തുറന്ന് നയനാന്ത സംജ്ഞ കാണിച്ചപ്പോൾ അതുവരെ നിശബ്ദനായിരുന്ന ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു, ശീര്യതേ ഇത് ശരീരം. ഇതാണ് സാധാരണയായി മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ. താങ്കൾ പറഞ്ഞതുപോലെയുള്ള രൂപാന്തരങ്ങൾ അത്യപൂർവത്തിൽപ്പെട്ട ആചാര്യന്മാർക്ക് മാത്രമേ സാധിക്കൂ. ഓരോ നൂറ്റാണ്ടിലും അത്തരക്കാർ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിലെ അവസാന കണ്ണികളിൽപ്പെട്ട അവരാണ്. വനപരിചയവും ഗജശാസ്ത്രവും താങ്കൾക്കറിയാം. കാട്ടാനകൾ പ്രായം ചെന്ന് മരണപ്പെടുന്നത് എപ്രകാരമാണ്?
ഒട്ടും സംശയിക്കാതെ ഞാൻ മറുപടി പറഞ്ഞു. പ്രായാധിക്യം മൂലം തൻ്റെ ശേഷി നഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിയാൻ കാട്ടാനയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ അവ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പിന്നെ വനാന്തർഭാഗത്തുള്ള അഗാധമായ കയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തുമ്പിക്കൈ വായ്ക്കുള്ളിലേക്ക് തിരികെ വെച്ച് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. തികച്ചും ശരിയാണ്. മരണസമയത്തെക്കുറിച്ചുള്ള സൂചന ഞങ്ങൾക്ക് ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടുത്തെ അതിനിഗൂഢമായ പൊയ്കകളിലെ തണുത്തു മരവിച്ച ജലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദീർഘസമയം ധ്യാനത്തിൽ നിന്ന് പ്രാണനെ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് ശാശ്വതമായി മോചിപ്പിക്കുന്നു. ഈ മറുപടി എന്നെ വിസ്മയപ്പെടുത്തി. കുറച്ചുനേരം പലതും ചിന്തിച്ചിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘം തീർത്ഥാടകർ വഴിതെറ്റി ഹിമാലയത്തിലെ നിഗൂഢമായൊരു ഹിമ സാമ്രാജ്യത്തിൽ എത്തിപ്പെടുകയുണ്ടായി. അവിടെ അഗാധമായ വെള്ളം പറ്റാറായ ഒരു പൊയ്കയിൽ യാതൊരു കേടുപാടുകളും കൂടാതെ കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടവർ ആശ്ചര്യപ്പെട്ടുപോയി. ബദരീനാഥ് ഉൾപ്പെടുന്ന ചമോലി ജില്ലയിലെ തൃശൂൽ കൊടുമുടിയുടെ അടിവാരത്ത് 16,000 അടി ഉയരത്തിൽ രൂപ്കുണ്ട് എന്നൊരു തടാകമുള്ള കാര്യവും ഞാൻ ഓർത്തു. പാറയിൽ ചാരി പാതി അടഞ്ഞ മിഴികളോടെ ഇരിക്കുകയായിരുന്ന ഒരു യുവസന്യാസി പെട്ടെന്ന് ചാടി എണീറ്റ് സന്ദേശമുണ്ട് എന്ന് പറഞ്ഞ് ധൃതിയിൽ പുറത്തേക്ക് നടന്നു. അമ്പരപ്പോടെ ഞാൻ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. അത് കാണണമെങ്കിൽ വേഗം പുറത്തേക്ക് ചെല്ലൂ എന്ന് എൻ്റെ കൈ നോക്കിയ സന്യാസി പറഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ ഗുഹാമുഖത്തേക്ക് പോയി. ഗുഹാമുഖത്തെ നിരപ്പായ പാറയിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വട്ടം കറങ്ങുന്ന സന്യാസിയെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും അമ്പരന്നുപോയി. ഉയർത്തിപ്പിടിച്ച വലതുകൈയിൻ്റെ ചൂണ്ടുവിരൽ വൃത്താകാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 5 മിനിറ്റിലേറെ ആ പ്രക്രിയ നീണ്ടുനിന്നു. ഗുഹയിൽ തിരിച്ചെത്തിയ ശേഷം ആ സന്യാസി ഹ്രസ്വമായ ഒരു വിവരണം തന്നു. കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഗുഹയിലേക്ക് മടങ്ങുമ്പോൾ തന്നെ ഇതേക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എനിക്ക് തോന്നിയിരുന്നു. ടെലിപ്പതി വഴി സന്ദേശം കൈമാറുന്ന രീതിയാണിത്. ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് സന്ദേശം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ സമ്പ്രദായത്തിൽ കൂടിയാണ്. വളരെ ഗോപ്യമായ നിഗൂഢമായ ഒരു പഴയ സമ്പ്രദായമാണിത്. ഇവിടുത്തെ രക്ഷയ്ക്കും കെട്ടുറപ്പിനും ഇത് ആവശ്യമാണ്. ഗുഹയിലെ അതിഥി ആരാണ് എന്നായിരുന്നു ഇവിടെ കിട്ടിയ സന്ദേശം. അതൊരു മിത്രമാണ് എന്ന് മറുപടിയും നൽകി സന്യാസി പറഞ്ഞു നിർത്തി. ആന്തരിക ശബ്ദം വഴി മനസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ അന്യചിത്തജ്ഞാനം അഥവാ അന്ധക്കരണ സന്ദേശം ടെലിപ്പതി എന്നാണ് പറയുന്നത്. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ സ്വാമി പരമഹംസ യോഗാനന്ദൻ ഇതേക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏകാഗ്രത കൊണ്ട് ക്രമീകരിച്ച ഒരു മനോ റേഡിയോ വഴിയാണ് ഇത് സാധിക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ നിന്ന് സന്യാസിമാരുടെ അനക്കങ്ങൾ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. വസ്ത്രങ്ങൾ ധരിച്ച ശേഷം കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് അവർ ഓംകാരധ്വനി ഉച്ചത്തിൽ മുഴക്കി. ശ്വാസകോശത്തെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ച് ഓം ഉള്ളിലോട്ടും നീട്ടി ഉച്ചരിക്കുമ്പോഴും പിന്നീട് മുഴങ്ങുന്ന ശബ്ദത്തോടെ അത് നേർത്തു വരുമ്പോഴും ഗുഹ അന്തർഭാഗം ശബ്ദതരംഗങ്ങൾ കൊണ്ട് മുഴങ്ങി വിറച്ചിരുന്നു. ഓം ഉച്ചാരണത്തിന് ഇത്രയധികം ഗാംഭീര്യ ശബ്ദ വ്യതിയാനങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിച്ചറിഞ്ഞത്. 3:30 മണി കഴിഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു. തങ്ങൾ സ്നാനാദി കർമ്മങ്ങൾക്ക് പോവുകയാണെന്നും 1 മണിക്കൂറിനകം തിരിച്ചു വരുമെന്നും അവർ അറിയിച്ചു. സന്ധ്യയ്ക്ക് 1 മണിക്കൂറിലധികം ഗാഢമായി ഉറങ്ങിയതുകൊണ്ട് ഉറക്കക്ഷീണം തോന്നിയില്ലെങ്കിലും കടുത്ത തണുപ്പ് മൂലം ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അവരെ അറിയിച്ചു. മൺകലവും വെള്ളവും ചൂണ്ടിക്കാണിച്ച ശേഷം തീകുണ്ടം ജ്വലിപ്പിച്ച് എനിക്കാവശ്യമായ ചായ ഉണ്ടാക്കിക്കൊള്ളുവാൻ പറഞ്ഞ ശേഷം അവർ പുറത്തേക്ക് പോയി. ഓംകാരധ്വനി മുഴക്കിക്കൊണ്ട് അവർ നടന്നു നീങ്ങുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ആ ഹിമ താഴ്വരയിലാകെ മുഴങ്ങി നിന്നു. ദേവദാരുവിൻ്റെ ചീളുകൾ ഇട്ട് കത്തിച്ച് തീകുണ്ടം ജ്വലിപ്പിച്ച ശേഷം പാതി ഉറച്ച വലിയ കലത്തിലെ മഞ്ഞിൻ കട്ടകൾ പൊട്ടിച്ചെടുത്ത് ചെറിയ കലത്തിലിട്ട ശേഷം തീകുണ്ടത്തിൻ്റെ നടുവിൽ വെച്ച് വെള്ളം തിളച്ചു കിട്ടാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. തീയിൻ്റെ ചൂടേറ്റ് അവിടെ ചുരുണ്ടുകൂടി ഇരുന്നപ്പോൾ തണുപ്പിന് ശമനം കിട്ടി. വെള്ളം തിളച്ചപ്പോൾ 2 പാക്കറ്റ് ടീ ബാഗ് അതിലിട്ടു. രാവിലത്തെ ചായക്ക് പഞ്ചസാര തീരെ ഉപയോഗിക്കാറില്ല. പകരം 2-3 ചുള ഈത്തപ്പഴം കട്ടൻ ചായക്കൊപ്പം കഴിക്കും. ഹിമാലയൻ യാത്രയിലാണെങ്കിലും ഇതൊക്കെ ബാഗിൽ കരുതാറുണ്ട്. ഈത്തപ്പഴം ചവച്ചരച്ച് അതിൻ്റെ ഒപ്പം ചായ കുറേശ്ശെയായി മൊത്തിക്കുടിച്ചപ്പോൾ നല്ല ഉണർവ് തോന്നി. ചായക്ക് ദേവദാരുവിൻ്റെ നറുമണവും അനുഭവപ്പെട്ടു. ചായ കുടിച്ച ശേഷം കുറച്ചു സമയം അവിടെ കിടന്നു വിശ്രമിച്ചു. 4:30 മണിയായപ്പോൾ സന്യാസിമാർ വന്നു. ഓംകാരധ്വനി മുഴക്കാതെ വന്നതിനാൽ അവർ അടുത്തെത്തിയത് ഉടനെ അറിഞ്ഞില്ല. അത്ര നിശബ്ദമായിട്ടായിരുന്നു അവർ വന്നത്. രൂക്ഷമായ തണുപ്പായതിനാൽ കമ്പിളി കൊണ്ട് പുതച്ചാണ് ഞാൻ കിടന്നത്. പക്ഷേ അർദ്ധനഗ്നരായ സന്യാസിമാർക്ക് ഒട്ടും തണുപ്പ് അനുഭവപ്പെടുന്നതായി തോന്നിയില്ല. അവരുടെ ദേഹകാന്തി ആ മങ്ങിയ വെളിച്ചത്തിലും ശ്രദ്ധേയമായിരുന്നു. തങ്ങൾ ഹോമകുണ്ടം ജ്വലിപ്പിക്കാൻ പോവുകയാണെന്നും താല്പര്യമുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കാമെന്നും അവർ പറഞ്ഞപ്പോൾ സസന്തോഷം ആ ക്ഷണം സ്വീകരിച്ചു. ഈ ജന്മത്തിൽ ഇനി എപ്പോൾ കിട്ടാനാണ് ഇതുപോലൊരു സുവർണാവസരം? 4 പേർ മാത്രമേ ഹോമകർമാദികളിൽ പങ്കെടുത്തുള്ളൂ. ഒരാൾ പരികർമ്മിയായി അടുത്തിരുന്നു. ഞാൻ ഒരൊഴിഞ്ഞ മൂലയിൽ ചമ്രം പടഞ്ഞിരുന്നു. തലേ ദിവസം നിർത്തിവെച്ച ഹോമം തുടരുകയാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ആർഭാടമായ പൂജാദ്രവ്യങ്ങളോ മറ്റു വിലപിടിപ്പുള്ള സാധന സാമഗ്രികളോ ഒന്നും അവിടെ കണ്ടില്ല. നെയ്യിൻ്റെയും ദേവദാരുവിൻ്റെയും സമ്മിശ്രഗന്ധം ഏറ്റപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് തോന്നിയത്. മന്ത്രോച്ചാരണങ്ങൾ പുറത്ത് കേൾക്കാമെങ്കിലും പതിഞ്ഞ ശബ്ദത്തിലായതിനാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പരികർമ്മിയോട് ഞാൻ ഇതേക്കുറിച്ച് സ്വകാര്യമായി ചോദിച്ചു. അതിനിഗൂഢമായ ഹോമകർമ്മങ്ങൾ ചെയ്യുമ്പോൾ വേദമന്ത്രങ്ങളുടെ ഉച്ചാരണ ടോൺ അതിന് വിധിച്ച വിധത്തിൽ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ.
എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. വേദോച്ചാരണത്തിൻ്റെ തരംഗങ്ങൾ ശരീരകോശങ്ങളെ സജീവമാക്കുകയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമരസപ്പെടുത്തുകയും ചെയ്യുന്നു. വേദമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഉണ്ടാകുന്ന ആക്ടിവേഷൻ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റായി രൂപാന്തരപ്പെടുന്നു. ഉജ്ജ്വലവും യോഗാത്മകവുമായ ഈ മന്ത്രങ്ങളിൽ ആമഞ്ജനം ചെയ്യുമ്പോൾ ശാരീരിക അസുഖങ്ങൾ വരെ പലതും ഇല്ലാതാവുകയും ചെയ്യുന്നു. പല വിധത്തിലുള്ള യജ്ഞങ്ങളും യാഗങ്ങളും പലപ്പോഴായി പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അലങ്കാരങ്ങളും ആർഭാടങ്ങളും ധാരാളിത്തവും പ്രകടിപ്പിച്ച് മന്ത്രോച്ചാരണങ്ങൾ ഉച്ചഭാഷിണികളിൽ കൂടി ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് മുഴക്കി നടത്തുന്ന യാഗങ്ങൾക്ക് എന്തു പ്രസക്തിയാണുള്ളത്? സംഘാടകർ ധനലാഭത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം യാഗങ്ങളെ ഇവിടെ ഒരു കൊച്ചു ഗുഹക്കുള്ളിൽ നിഷ്കാമമായി നടത്തുന്ന പവിത്ര കർമ്മവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത ലജ്ജ തോന്നി. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഹോമം 7:30 മണിയായപ്പോൾ അവസാനിച്ചു. തീർത്ഥജലവും മാധുര്യമേറിയ വിശിഷ്ടമായ തേനും പ്രസാദമായി കഴിച്ചു. ഞങ്ങൾ വീണ്ടും മുറിയിൽ ഒത്തുകൂടി. 2 പേർ റൊട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ മറ്റു 3 പേർ ഗ്രന്ഥപാരായണത്തിൽ മുഴുകി. ആരും ഒന്നും സംസാരിച്ചില്ല. പ്രഭാതം മുതൽക്കേ നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. അന്തരീക്ഷം ആകെ ഇരുണ്ടു നിന്നു. പുറത്തുള്ള കാഴ്ചകളൊന്നും തന്നെ ദൃശ്യമല്ല. മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ റൊട്ടി ഉണ്ടാക്കുന്നതും നോക്കി ഞാൻ വെറുതെ ചടഞ്ഞുകൂടിയിരുന്നു. എൻ്റെ കാലിലെ മുറിവ് അഴിച്ചു പരിശോധിക്കാൻ ഒരു സന്യാസി ആവശ്യപ്പെട്ടപ്പോഴാണ് മുറിവിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ബോധവാനായത്. മുറിവ് പരിശോധിച്ചപ്പോൾ ഞാൻ വിസ്മയപ്പെട്ടുപോയി. വിരൽ സാധാരണ നിലയിലായതിനു പുറമെ മുറിവായി ഒട്ടിച്ചേർന്നതായും കണ്ടു. നേരിയൊരു കറുപ്പു നിറം അവിടെ ഉണ്ടായിരുന്നു എന്നതൊഴികെ മറ്റൊരു തകരാറും കണ്ടില്ല. ഞാൻ കൃതജ്ഞതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. സന്യാസിമാർ ഓരോ പ്രവൃത്തികളിൽ മുഴുകി. ഞാനാകട്ടെ ഭിത്തിയിൽ ചാരി കാലം നീട്ടിയിരുന്നു. ഗുഹാമുഖത്ത് വെച്ച് ആദ്യം കണ്ട സന്യാസി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഗൂഢമായി നോക്കുന്നുണ്ടായിരുന്നു. കയ്യുറ ഊരി മാറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞാൽ നോർജിങ്ങും സേർബഹദൂറും എത്തിച്ചേരുമെന്നറിയാമായിരുന്നു. സമയം നോക്കുന്നത് ഒരു ശീലമായി കഴിഞ്ഞതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കൂടി താമസിയാതെ നടന്നു. കയ്യുറ ഊരി ഞാൻ വീണ്ടും സമയം നോക്കി. കൃത്യം 8:50. ഉടനെ തന്നെ ആ സന്യാസി എന്നെ നോക്കി പറഞ്ഞു, ഞാൻ താങ്കളുടെ വാച്ച് സ്തംഭിപ്പിക്കാൻ പോവുകയാണ്. വാച്ചില്ലാതെ സമയം ഗ്രഹിച്ചു പറയാൻ പഠിക്കണം. അത് ബുദ്ധിവികാസത്തിന് നല്ലതാണ്. തന്നെയുമല്ല, ആ യന്ത്രം അമർന്നു കിടക്കുന്നത് സുപ്രധാനമായ ഒരു മർമ്മസ്ഥാനത്താണ്. അത് ആരോഗ്യത്തെ ബാധിക്കും. 5 മിനിറ്റ് താങ്കൾ കണ്ണ് മുറുകെ അടിച്ചിരിക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം തുറക്കുക. ഞാൻ അന്തം വിട്ടുപോയി. മറ്റുള്ള സന്യാസിമാരുടെ മുഖത്ത് നോക്കിയപ്പോൾ അവരും ഗൂഢമായി മന്ദസ്മിതം തൂകുന്നു. എന്തായാലും കയ്യുറ ഊരിമാറ്റി സന്യാസി പറഞ്ഞതുപോലെ ഞാൻ കൈ നീട്ടിപ്പിടിച്ച് പിന്നെ കണ്ണുകൾ അടച്ചിരുന്നു. ഓരോ സെക്കൻഡും ഞാൻ മനസ്സിൽ എണ്ണിക്കൊണ്ടിരുന്നു. 180 വരെ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് വാച്ച് കിട്ടിയ സ്ഥലത്ത് ചൂട് അനുഭവപ്പെട്ടു. പിന്നെ അത് കൂടിക്കൊണ്ടിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സന്യാസി അടയാളം തന്നു. ഞാൻ കണ്ണു തുറന്ന് വാച്ചിൽ നോക്കി. സെക്കൻഡ് സൂചി അനങ്ങുന്നില്ല. സമയം 8:55 കഴിഞ്ഞ് 30 സെക്കൻഡ്. വാച്ച് ചെവിക്കരികിൽ ചേർത്ത് പിടിച്ച് ശ്രദ്ധിച്ചു. നിശബ്ദം. ഞാൻ അത് ശക്തിയോടെ കുറച്ചു സമയം കുലുക്കി നോക്കി. പക്ഷേ തീർത്തും നിശ്ചലം. ലോകപ്രശസ്തമായ റോളക്സ് വാച്ചാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. ദുബായിൽ ജോലിക്കിരിക്കുമ്പോൾ സമ്മാനമായി ലഭിച്ച വാച്ചാണ് ഇത്. കൈലാസയാത്ര അടക്കമുള്ള എൻ്റെ എല്ലാ ഹിമാലയ യാത്രകളിലും സന്തത സഹചാരിയായിരുന്നു. എത്ര കടുത്ത കാലാവസ്ഥയെയും അതിജീവിക്കാൻ റോളക്സ് വാച്ചിന് കഴിയും. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതീവ ജാഗ്രത പുലർത്തുന്ന ഈ വാച്ചിൻ്റെ നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെന്ന് ഉറപ്പു തരുന്നുണ്ട്. എന്തായാലും വാച്ച് ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാനത് ബാഗിൽ വെച്ചു. മടക്കയാത്രയിൽ ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ റോളക്സിൻ്റെ അംഗീകൃത ഏജന്റിനെ കണ്ട് വാച്ച് നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിൻ്റെ തകരാറ് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. വാച്ചിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ച ആ സംഭവത്തിന് ശേഷം എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം വല്ലാതെ വർദ്ധിച്ചു. ഉത്തരം കിട്ടാത്ത പല ചിന്തകൾ എൻ്റെ മസ്തിഷ്കത്തിലൂടെ മിന്നിമറഞ്ഞു. ഒന്ന് പുറത്തിറങ്ങി നടന്ന് മനസ്സിനെ തരളമാക്കുവാൻ എൻ്റെ അന്ധകരണം വെമ്പി. സന്യാസിമാരോട് ഒന്ന് പുറത്തിറങ്ങി വരാമെന്ന് പറഞ്ഞ് ഗുഹയ്ക്ക് വെളിയിൽ കടന്നു. ഗുഹാമുഖം കടന്ന് ഞാൻ സാവധാനം മുന്നോട്ട് നടന്നു. ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന ഹിമനിരകളുടെ നടുവിലൂടെ കുറച്ചു ദൂരം നടന്ന ശേഷം ഇടതുഭാഗത്തു കണ്ട ഒരു ഇടത്തരം മഞ്ഞുമലയുടെ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ഒന്ന് നോക്കിയപ്പോൾ അനന്തമായി കിടക്കുന്ന മഞ്ഞുഭൂമിയുടെ ഒരു ഏകദേശ രൂപം പിടികിട്ടി. മൂടൽ മഞ്ഞുണ്ടെങ്കിലും നോക്കത്താ ദൂരത്തോളം 4 ഭാഗത്തും സാഗരം പോലെ കിടക്കുന്ന ഹിമപ്രപഞ്ചം കണ്ടപ്പോൾ അന്തം വിട്ടു നിന്നുപോയി. 2500 കിലോമീറ്ററോളം നീളത്തിലും 350 കിലോമീറ്ററോളം വീതിയിലും വ്യാപിച്ചു കിടക്കുന്ന ഹിമപ്രപഞ്ചത്തിന് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇനിയും കടന്നു ചെല്ലാൻ കഴിയാത്ത എത്രയോ നിഗൂഢ പ്രദേശങ്ങൾ ഈ ഹിമഭൂമിയിൽ ഇപ്പോഴുമുണ്ട്. അവിടെയൊക്കെ ജീവിക്കുന്ന അത്ഭുത ഋഷിവര്യന്മാരെക്കുറിച്ചൊക്കെ ആരറിയുന്നു? ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ തിരിച്ചെത്തിയത്. ഗുഹാമുഖത്തിനരികെ നോർജിങ്ങും സേർബഹദൂറും നിൽക്കുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു. നിഷ്കളങ്കരായ അവർ എന്നെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കിട്ടു. കഴിഞ്ഞ രാത്രിയിലെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തങ്ങളുടെ രാത്രി താവളത്തിന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഞാൻ ഗുഹയിലേക്ക് കടന്നു ചെന്നു. 2 സന്യാസിമാർ നോർജിങ്ങിന് കൊടുത്തേക്കാനുള്ള ഭാണ്ഡക്കെട്ടിൽ പുസ്തകങ്ങൾ കെട്ടിവയ്ക്കുന്ന പണിയിൽ വ്യാപൃതരായിരിക്കുന്നത് കണ്ടു. വാച്ച് സ്തംഭിപ്പിച്ച സന്യാസിയുടെ മുഖത്ത് ചെറുപുഞ്ചിരി തങ്ങി നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നയനങ്ങളിലേക്ക് കുറച്ചു സമയം ആരാധനയോടെ നോക്കി നിന്നു. ഇമ വെട്ടാതെ കുറച്ചുനേരം അദ്ദേഹം എന്നെ ഏകാഗ്രതയോടെ തറച്ചു നോക്കിയപ്പോൾ എൻ്റെ ദേഹത്താകമാനം വിദ്യുൽ തരംഗം പോലെ എന്തോ മിന്നിമറിഞ്ഞ ഒരനുഭൂതി. ധ്യാനത്തിലിരിക്കുമ്പോൾ കണ്ണുകളെ ഏകാഗ്രതാരൂപത്തിലെത്തിക്കുവാനുള്ള ചില മാർഗങ്ങൾ ഉപദേശിച്ചു തന്ന ശേഷം 4ഉം 5ഉം ഡയമെൻഷൻ സ്വായത്തമാക്കാനുള്ള ചില ഗൂഢതന്ത്രങ്ങളും അദ്ദേഹം എന്നെ ചെറിയ തോതിൽ അഭ്യസിപ്പിച്ചു. മനുഷ്യൻ്റെ കൈപ്പത്തിക്ക് 3 മടക്കുകളുണ്ട്. ഉള്ളം കൈയിൽ നിന്ന് തുടങ്ങുന്ന ആദ്യ മടക്കിൻ്റെ പുറംഭാഗത്ത് സന്ധിയിൽ രൂപപ്പെട്ട് കിടക്കുന്ന വിശിഷ്ടമായ ചില അടയാളങ്ങൾ ഗ്രഹിച്ച് ഫലം പറയുവാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഇത് എനിക്കൊരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്ന ഒരു ചിന്ത ഈ അവസരത്തിൽ എന്നിൽ പൊട്ടിമുളച്ചു. ഉത്തരം കിട്ടിയില്ലെങ്കിൽ സംസാരമാക്കേണ്ടതില്ല എന്ന് കരുതി ഞാൻ സന്യാസിമാരെ നോക്കി സവിനയം ചോദിച്ചു. എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. ഈ ജന്മത്തിൽ അത് സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് ചോദിക്കുന്നത്. സദയം ശ്രമിച്ചാലും. ഭാരത ഭൂഖണ്ഡത്തിലുടനീളം നിരവധി സന്യാസിമാരും സന്യാസിനിമാരും ഉണ്ട്. മഠങ്ങളും മറ്റു സ്ഥാവര ജംഗമ വസ്തുക്കളും പണവും ഇവർക്ക് വേണ്ടത്രയുണ്ട്. ലക്ഷക്കണക്കിന് അനുയായികളും ആരാധകരും ഇവർക്കുണ്ട്. ഹിന്ദുമത നവോത്ഥാനത്തിനു വേണ്ടി ഇവർ അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്ന വസ്തുത തികച്ചും ശ്ലാഘനീയമാണ്. ഇവർക്കൊക്കെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടോ? പണവും സ്വത്തുക്കളും കുന്നുകൂട്ടി ഉണ്ടാക്കുന്നത് യഥാർത്ഥ സന്യാസത്തിന് വിധിച്ചതാണോ? തികഞ്ഞ നിശബ്ദത. സന്യാസിമാർ പരസ്പരം നോക്കി. വാച്ച് സ്തംഭിപ്പിച്ച സന്യാസി വിടർന്ന മിഴികളോടെ എന്നെ നോക്കി മറുപടി പറഞ്ഞു. സമുദ്രത്തിലെ എണ്ണമറ്റ തിരകളെപ്പോലെ സച്ചിദാനന്ദ ബ്രഹ്മം അതിൻ്റെ ശരിയായ രൂപത്തിൽ മായയാകുന്ന തിരശീലയിൽ അനന്തമായ മൂർത്തികളായി പ്രത്യക്ഷപ്പെടുന്നു. ഇവയിൽ ചില അപൂർവ മൂർത്തികൾ സവിശേഷമായ ദൈവിക ഗുണങ്ങളോടുകൂടി ഈ ലോകത്തിൽ അവതരിക്കുന്നു. അവർ സ്വന്തം പരിശ്രമം കൊണ്ടും ഈശ്വരനു മുമ്പിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ടും മായയുടെ തിരശീല തകർത്ത് സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് ദ്രവ്യം ചിലപ്പോൾ ആവശ്യമാണ്. സർവേശ്വരൻ അതവർക്ക് കനിഞ്ഞു നൽകുന്നു. അന്നവും ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും സാധാരണക്കാർക്ക് സൗജന്യമായി ലഭ്യമാക്കിയാലേ ഇവരുടെയൊക്കെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തിയെന്ന് പറയുവാൻ കഴിയും. സന്യാസിമാർ ഭാണ്ഡം മുറുക്കി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും മടക്കയാത്രയ്ക്ക് തയ്യാറായി. വടക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച ശേഷം ദിവ്യയോഗീശ്വരന്മാരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഏതാനും സെക്കൻഡ് നിന്നുപോയി. പിന്നെ അവരുടെ പാദങ്ങളിൽ തൊട്ടുവണങ്ങി സാഷ്ടാംഗ നമസ്കാരം നടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആർഷ സംസ്കാരത്തിൻ്റെ തനിമയും പൊലിമയും ലോകമെമ്പാടും അറിയിക്കുന്നതിനു വേണ്ടി കുരുന്നുപ്രായത്തിൽ തന്നെ ഹിമപ്രപഞ്ചത്തിലേക്ക് കുടിയേറിയ ഈ ത്യാഗശീലരെ ഭാരതമാതാവിൻ്റെ ദിവ്യപുത്രന്മാരായി കണക്കാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ഗുഹാമുഖത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ ചിന്തകൾ ഇത്തരത്തിലായിരുന്നു. ഗുഹാമുഖത്ത് വെച്ച് അവർ 5 പേരും ചേർന്ന് തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. നമ്ര ശിരസ്കനായി നിന്ന ഞാൻ പിന്നെ വിനയാന്വിതനായി ചോദിച്ചു, ജീവിതത്തിൽ ഇങ്ങനെയൊരു സൗഭാഗ്യം ഇനിയും ഉണ്ടാകുമോ? ഇന്ദ്രിയ സംജ്ഞ ലഭിക്കുമ്പോൾ വീണ്ടും വരേണ്ടി വരും, ഇവിടെയല്ലെങ്കിൽ മറ്റൊരിടത്ത്. ഓം നമഃശിവായ. അശരീരി പോലെ മുഴങ്ങിയ ആ ശബ്ദത്തിൻ്റെ ഉറവിടം ശ്രദ്ധിക്കാതെ ഓം നമഃശിവായ എന്നുച്ചരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. വെള്ളം കെട്ടിക്കിടക്കുന്ന നീർച്ചാലിൻ്റെ അടുത്തെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അവർ 5 പേരും വലതുകൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. കൂട്ടുകാരുടെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് സന്യാസി എന്ന പരിശുദ്ധ രൂപത്തിന് കളങ്കം ചാർത്തുന്ന ചില കപട സന്യാസിമാരുടെ വിക്രിയകളെക്കുറിച്ചായിരുന്നു. സദാ ജപപടോ ഹസ്തേ മധ്യേ മധ്യേ ക്ഷിമീലനം സർവം ബ്രഹ്മേതി വാദശ്ച സദ്യഃ പ്രത്യയഹേതവഃ